ചുറ്റും മലനിരകളാൽ നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഒരു ജലാശയം. ഈ ഒരു ജലാശയത്തിനടിയിലായി ഒരു ബംഗ്ലാവും ഉണ്ട്. ഈ ഒരു ബംഗ്ലാവിന് പിറകിലായി കുറേ ചരിത്രങ്ങളും ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന. ഇന്നത്തെ ഈ ഒരു മനോഹരമായ ഒരു വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണൂ. ഈ സ്ഥലം എവിടാണ്, ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. നല്ല തണുത്ത കാറ്റും ഒക്കെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഈ ഒരു സ്ഥലം നമ്മുടെ കൊല്ലം ജില്ലയിലെ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഒരു ഭാഗമാണ്. തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കളംകുന്ന് ജംഗിൾ സഫാരിയാണിത്. ഒരു വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലുള്ളവർക്കും തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കും അതുപോലെ തന്നെ കേരള തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് തന്നെ തമിഴ്നാടുള്ളവർക്കും ഒക്കെ വരാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു തെന്മല എക്കോ ടൂറിസം. ഇതാണ് നമ്മുടെ ചെന്തുരുണി എക്കോ ടൂറിസത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടിങ്ങിനും അതുപോലുള്ള ജംഗിൾ സഫാരിക്കൊക്കെ വേണ്ട ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടുത്തെ വനശ്രീ എക്കോ ഷോപ്പിൽ നിന്നും നമുക്ക് വനവിഭവങ്ങളായ തേനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ്. നമുക്ക് ജംഗിൾ സഫാരി പോകണം എന്നുണ്ടെങ്കിൽ മിനിമം 8 പേരെങ്കിലും ഉണ്ടായിരിക്കണം. ഇവിടുത്തെ തന്നെ എക്കോ ടൂറിസത്തിൻ്റെ ജീപ്പിലോ ബസ്സിലോ നമുക്ക് കളംകുന്ന് ജംഗിൾ സഫാരി വരെ പോവാവുന്നതാണ്. അല്ലാതെ നമുക്ക് അവിടെ എത്താൻ കഴിയില്ല. കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് GST ഉൾപ്പെടെ 150 രൂപയാണ് കളംകുന്ന് എൻട്രി ഫീസ്. കേരളത്തിലെ തന്നെ ലാർജസ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ആയിട്ടുള്ള കള്ളട ഇറിഗേഷൻ പ്രോജക്റ്റ്, അതായത് നമ്മുടെ തെന്മല ഡാം, പരപ്പാർ അണക്കെട്ടെന്നും പറയാറുണ്ട്. നമുക്ക് ഈ പോകുന്ന റോഡിൽ നിന്ന് തന്നെ ഈ ഡാമിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റാത്ത അത്രയും കാഴ്ചകളും അതുപോലെ തന്നെ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും ബോട്ടിങ്ങും ട്രെക്കിങ്ങും ഒക്കെ ഉള്ളൊരു സ്പോട്ടാണ് നമ്മുടെ ഈ ഒരു ചെന്തുരുണി എക്കോ ടൂറിസം. ഈ ഒരു റോഡിന് ഒരു സൈഡിലായിട്ട് വന്യമൃഗങ്ങളുള്ള കൊടും കാടും മറു സൈഡിലായിട്ട് തെന്മല അണക്കെട്ടുമാണ് ഉള്ളത്. നമുക്ക് ഈ തെന്മല ഭാഗത്ത് എത്തുമ്പം തന്നെ കുരങ്ങന്മാരെ കാണാൻ പറ്റും. ഈ ഒരു പ്രദേശത്ത് ഒരുപാട് കുരങ്ങന്മാരുള്ള സ്ഥലമാണ്. ക്യാമറ കണ്ടപ്പോഴേ കുരങ്ങന്മാർ ഓടി വീഡിയോയ്ക്ക് പോസ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ തെന്മല ഡാമിൻ്റെ ഒരു വ്യൂ നമുക്കിവിടെ നിന്ന് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഷട്ടർ ചെറുതായിട്ട് തുറന്നു വിട്ടിട്ടുണ്ട്. നമ്മൾ വന്നതൊരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ കളംകുന്ന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉച്ച സമയത്തും വെയിലത്തൊന്നും പോയാൽ നമുക്ക് അവിടെ നിൽക്കാനേ പറ്റില്ല. അതുപോലെ നല്ല വെയിലാണ്. നിങ്ങൾക്ക് വീഡിയോ മുമ്പോട്ട് പോകുമ്പോൾ അത് മനസ്സിലാവും. ഈവനിങ് ടൈം അല്ലെങ്കിൽ രാവിലെ വൈകിട്ട് 5 മണി വരെ അവിടെ ടിക്കറ്റ് കൊടുക്കാറുള്ളൂ. വന്യമൃഗങ്ങളുള്ള കാടിന് നടുവിലൂടെ യാത്ര ചെയ്ത് വേണം നമുക്ക് കളംകുന്ന് എത്താൻ. അതുകൊണ്ട് തന്നെ എക്കോ ടൂറിസത്തിൻ്റെ ബസ്സിലോ ജീപ്പിലോ മാത്രമേ നമുക്ക് ഇവിടുന്ന് കളംകുന്ന് പോകാൻ കഴിയൂ. 2 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കളംകുന്ന് എത്താൻ കഴിയുകയുള്ളൂ. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണ് ഈ ഒരു ചെന്തുരുണി എക്കോ ടൂറിസം. പശ്ചിമഘട്ടത്തിൽ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ തെന്മല വനമേഖലയിൽ മാത്രം കാണപ്പെടുന്ന ഈ ഒരു മരം ചെങ്കുറിഞ്ഞി, ചെന്തുരുണി, തൊടപ്പ എന്നീ പേരുകളിൽ അറിയപ്പെടാറുണ്ട്. ചുവന്ന നിറത്തിലുള്ള കറ വരുന്നതുകൊണ്ട് ഇതിനെ ചെങ്കുറിഞ്ഞി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഫെൻസിന് മുകളിലൊക്കെ കുരങ്ങന്മാരിരിപ്പുണ്ട്. നമ്മുടെ കേരളത്തിലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു എക്കോ ടൂറിസമാണ് ഈ ഒരു ചെന്തുരുണി എക്കോ ടൂറിസം. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്
ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഇവിടാണ്. അതുപോലെ തന്നെ തുമ്പികളുടെ കണക്കെടുപ്പ് അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ട്രാവലിങ്ങും അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. ഈ ചെയിൻ വലിച്ച് കെട്ടിയിരിക്കുന്ന ഭാഗം വരെ വെള്ളം വരാറുണ്ട്. ഇപ്പം വെള്ളം കുറവുള്ള സമയമാണ്. 3 നദികൾ ചേർന്നാണ് തെന്മല അണക്കെട്ടിൽ നിന്നും കല്ലടയാറായി ഒഴുകുന്നത്. ശെന്തുരുണി, കഴുതുരുട്ടി, കുളത്തൂപ്പുഴ ഇങ്ങനെ 3 നദികൾ ചേർന്നാണ് ഈ തെന്മല ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ഓരോ ലെയറുകളായിട്ട് ഉരുളൻ കല്ലുകൾ ഇവിടെ കാണാൻ കഴിയും. ഈ പ്രദേശത്തൊക്കെ മഴ സമയത്ത് വെള്ളം കയറാറുണ്ട്. കാറ്റിൻ്റെ ശക്തിയിൽ തിരമാലകൾ പോലെ വെള്ളം ഓളം തള്ളി വരുന്നത് കാണാം. നമുക്കൊരു ബീച്ചിൽ നിൽക്കുന്ന ഒരു ഫീല് തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. നമ്മുടെ ഈ തെന്മല പ്രദേശത്തുള്ളവർക്ക് പോലും ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇവിടെ വന്നിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഈ ഒരു അണക്കെട്ടിൽ ചെറിയ ചെറിയ ഐലൻഡുകൾ കാണാൻ കഴിയും. നമുക്കിവിടെ ശെന്തുരുണി എക്കോ ടൂറിസത്തിൻ്റെ ഐലൻഡ് സ്റ്റേയും ഉണ്ട്. ഒരു ദിവസത്തെ ഐലൻഡ് സ്റ്റേ ആണ്. ഫുഡും അതുപോലെ തന്നെ ബോട്ടിംഗ് ഫെസിലിറ്റിയും എല്ലാം ഉണ്ട്. ഗൈഡുകളുടെ സഹായത്തോടെ നമുക്ക് ഈ കാണുന്ന മലമുകളിലൂടെ ട്രെക്കിംഗ് ഉണ്ട്. 1 മണിക്കൂർ, 3 മണിക്കൂർ, 6 മണിക്കൂർ ദൈർഘ്യമുള്ള ട്രക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് സ്റ്റേയും അവൈലബിൾ ആണ്. ഈ കാണുന്ന മരങ്ങളെല്ലാം കാട്ടുപേരയാണ്. അതിൽ നമുക്ക് ചെറിയ കാട്ടുപേരയ്ക്കയും കാണാൻ കഴിയും. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വരാൻ പറ്റിയ അതിമനോഹരമായ ഒരു പ്ലേസ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. അധികം ആർക്കും അറിയപ്പെടാത്ത നമ്മുടെ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ഓരോ കാലാവസ്ഥയിലും ഓരോ തരം ബ്യൂട്ടി ആയിരിക്കും ഈ ഒരു സ്ഥലത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് വേനൽക്കാലത്തെ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ്. മഴക്കാലത്ത് നമ്മളിവിടെ എത്തുകയാണെങ്കിൽ ഈ കാണുന്ന കുന്നുമുകളൊക്കെ കുറച്ചുകൂടെ പച്ചപ്പായിട്ട് അതിമനോഹരമായൊരു കാഴ്ചയായിരിക്കും. പക്ഷേ നമുക്കിപ്പം ഇവിടെ എൻട്രി ഒന്നും കാണില്ല. ഇവിടെ നിൽക്കുമ്പം തന്നെ നമുക്കൊരു തണുത്ത കാറ്റാണ് കിട്ടുന്നത്. ഈ വെള്ളം കാണുമ്പം തന്നെ അറിയാം കാറ്റ് ഓളം തള്ളി വരുന്നത്. അതും നീല കളറിൽ നല്ല മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. നീല ആകാശവും നീല കളറിലെ വെള്ളവും ചുറ്റും പച്ചപ്പും ഒക്കെ ആയിട്ട്. ഇതാണ് തെന്മല അണക്കെട്ടിലെ വെള്ളത്തിനടിയിലുള്ള കണ്ണാടി ബംഗ്ലാവ്. ഇവിടുത്തെ പ്രദേശവാസികളാണ് ഈ ഒരു ബംഗ്ലാവിന് കണ്ണാടി ബംഗ്ലാവ് എന്ന് പേരിട്ടത്. അതുകൂടാതെ സായിപ്പൻ ബംഗ്ലാവ്, സായിപ്പൻ മാളിക എന്നൊക്കെ പറയാറുണ്ട്. തെന്മല ഡാം കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സ്ഥലം ജനവാസ മേഖലയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു ബംഗ്ലാവ് വരാൻ തന്നെ കാരണം. 2013 കൊടും വേനലിൽ തെന്മല ഡാമിലെ അണക്കെട്ടിലെ വെള്ളം വറ്റിയപ്പോൾ കണ്ട ഒരു കണ്ണാടി ബംഗ്ലാവിൻ്റെ ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. 15 മുറികളുള്ള ബംഗ്ലാവിൻ്റെ ചുവരുകൾ നിറയെ കണ്ണാടികൾ ഉള്ളതുകൊണ്ടാണ് പ്രദേശവാസികൾ ഈ ഒരു ബംഗ്ലാവിനെ കണ്ണാടി ബംഗ്ലാവ് എന്ന് വിളിച്ചത്. പുനലൂർ പേപ്പർ മില്ലിലേക്ക് ഈറയും മുളയും എത്തിക്കുന്ന സൂപ്രണ്ട്മാരുടെ ഓഫീസ് സമുച്ചയമായിരുന്നു ഈ ഒരു കണ്ണാടി ബംഗ്ലാവ്. ഇഷ്ടികയും സുർക്കി മിശ്രിതവും ചേർത്താണ് ഈ ഒരു കണ്ണാടി മാളിക നിർമ്മിച്ചിട്ടുള്ളത്.
പുനലൂർ പേപ്പർ മിൽ സ്ഥാപിച്ച ബ്രിട്ടീഷ് വ്യവസായി ടി.ജെ. കാമറൂൺ തന്നെയാണ് ഈ ഒരു കണ്ണാടി ബംഗ്ലാവും പണികഴിപ്പിച്ചിട്ടുള്ളത്. തൊഴിലാളികളുടെ വേതനം കൂട്ടണമെന്ന നിരന്തരമായിട്ടുള്ള തൊഴിലാളി സമരങ്ങൾ കാരണം ഈ ഒരു പുനലൂർ പേപ്പർ മില്ല് അടച്ചു പൂട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു കണ്ണാടി ബംഗ്ലാവും പുനലൂർ പേപ്പർ മില്ലും ചരിത്രത്തിൻ്റെ ഓർമ്മയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെന്മല ഡാമിൽ നമുക്ക് ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്, കുട്ടവഞ്ചിയുണ്ട്, ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് ഫെസിലിറ്റി ഉണ്ട്. വൈകുന്നേര സമയങ്ങളിലാണ് നമുക്ക് വന്യമൃഗങ്ങളെ കണ്ടുകൊണ്ടൊരു ബോട്ടിംഗ്, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ട്രാവലിങ്ങും അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു തെന്മല എക്കോ ടൂറിസം. നിങ്ങൾ ഇതുവരെ ഈ തെന്മല എക്കോ ടൂറിസം വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.